بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഓക്കെ, കുടുംബവും സമ്പാദ്യവും ഇത് നമ്മൾ ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യൽ അനിവാര്യമായ ഒരു വിഷയമാണ്. കുടുംബത്തെക്കുറിച്ചും സമ്പാദ്യത്തെക്കുറിച്ചും നമുക്ക് അറിയാതെ പോയാൽ അതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടാനും ഒരുപാട് വിഷമങ്ങൾ നേരിടാനും സാധ്യതയുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ സമ്പാദ്യം ഉണ്ടാവുക എന്നത് ഒന്നാമത് നമ്മൾ മാറേണ്ടത് സമ്പാദ്യം ഉണ്ടാവുക എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടില്ല. ചിലർക്കൊക്കെ സമ്പാദ്യം ഉണ്ടാകൽ മോശമാണ്, അല്ലെങ്കിൽ സമ്പാദ്യത്തിന് വേണ്ടി പരിശ്രമിക്കൽ ഒരു അബദ്ധമാണ് എന്ന വിശ്വാസം പലപ്പോഴായി കാണാറുണ്ട്. അവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമികമായ ഒരു ആദർശ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ നാം സമ്പാദ്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഏത് മൈൻഡ് സെറ്റാണ് കാത്തു സൂക്ഷിക്കേണ്ടത്? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ അടുക്കൽ ദീർഘകാലം പഠിച്ച ഒരു വിദ്യാർത്ഥിയായ ഒരു പണ്ഡിതന് വേണ്ടി നൽകിയ നിർദ്ദേശമാണ് ഒരു കിതാബായി ക്രോഡീകരിക്കപ്പെട്ട അയ്യുഹൽ വലത് എന്ന ഗ്രന്ഥം. അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഒരു പരാമർശം കാണാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുടെയും ആസാറുകളുടെയും പശ്ചാത്തലത്തിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദീർഘകാലം ജീവിക്കും എന്ന മൈൻഡ് സെറ്റോട്, ആ ഒരു കാഴ്ചപ്പാടോടുകൂടെ അല്ലെങ്കിൽ ആ ഒരു നിലയിലാണ് പ്രവർത്തിക്കേണ്ടത്. വഅമലി ദുനിയാക അന്നക തഈശു അബദ, കാലാകാലം ജീവിക്കുന്നത് പോലെ അധ്വാനിക്കണം, ധാരാളം സമ്പാദിക്കണം. സമ്പാദ്യം ഒരിക്കലും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നില്ല. പക്ഷേ വഅമലി ആഖിറത്തി, പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് കഅന്നക തമൂതു ഗദൻ, നാളെ മരിച്ചു പോകും എന്ന് കാണുകയാണെങ്കിൽ ഇന്ന് എന്തുമാത്രം ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കും, ആ ആത്മാർത്ഥതയോടെ ആഖിറത്തിന് വേണ്ടിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യണം. ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ദീർഘകാലം ജീവിക്കുന്നത് പോലെ പ്രവർത്തിക്കണം. അപ്പൊ സമ്പാദ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും ഉണ്ടാകേണ്ട ഒരു കാഴ്ചപ്പാട് ഇതാണ്. രണ്ടാമത്തത്, പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലദീന യുൻഫിഖൂന അംവാലഹും الذين ينفقون الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا منا ولا أذى لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിലെ 262 ആയത്താണ്. ഈ ആയത്തിൽ പറയുന്നത് എന്താണ്? അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ വഴിയിൽ നഫഖ, ഇൻഫാഖ് നടത്തുന്നവർ, ചെലവ് നടത്തുന്നവർ. അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നവർ. ഈ അല്ലാഹുവിന്റെ വഴിയിലുള്ള ചെലവഴിക്കൽ ഏതാണ് ശരിക്കും ഏറ്റവും പ്രതിഫലമായ നഫഖ, ഇൻഫാഖ് ഏതാണ്? ചെലവഴിക്കൽ ഏതാണ്? സ്വന്തം വയ്യാൽ, സ്വന്തം ആശ്രിതർ, ആ ആശ്രിതർക്ക് വേണ്ടി, ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ തുടങ്ങിയ തന്റെ ആശ്രിതർക്ക് വേണ്ടിയുള്ള ചെലവഴിക്കലാണ് ഏറ്റവും പുണ്യമുള്ളതും ഏറ്റവും ബാധ്യതയുള്ളതും. അപ്പൊ അങ്ങനെ ചെലവഴിക്കുന്ന സമയത്ത് അത് അള്ളാഹുവിന്റെ വഴിയിലുള്ള ചെലവഴിക്കലാണ്. അങ്ങനെ ചെലവഴിക്കുമ്പോ അള്ളാഹുവിന്റെ അടുക്കൽ അത്യുന്നത പദവി ലഭിക്കുന്ന ചെലവഴിക്കൽ, ആ ചെലവഴിക്കലിനെ കുറിച്ച് അള്ളാഹു പറയുന്ന
രൂപം, രണ്ട് കണ്ടീഷനാണ്. ഒന്നെന്താണ്? അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുമ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ മന്നൻ വല അദൻ, അവൻ ചെലവഴിച്ചതിന്റെ പിറകെ അവൻ കൊണ്ടുവരാൻ പാടില്ല എടുത്തു പറയുക, അതുപോലെ പ്രയാസപ്പെടുത്തുക. എടുത്തു പറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യ മക്കൾ ആശ്രിതർക്ക് വേണ്ടി നമ്മൾ വീട് നിർമ്മിച്ചു കൊടുത്തു, വസ്ത്രം എടുത്തു കൊടുത്തു, ഭക്ഷണം കൊടുത്തു, ഇതെല്ലാം കൊടുത്തിട്ട് നമ്മൾ പറയാൻ ഇങ്ങനെയൊക്കെ പോറ്റിയിട്ട് എന്താ കാര്യം? എടുത്തു പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം ചെയ്തു തന്നിട്ടൊരു നന്ദി ഇല്ലല്ലോ, എടുത്തു പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ആ മന്ന്, എടുത്തു പറയുക. എടുത്തു പറയുന്നതോടുകൂടെ ആ ഒരു ചെലവഴിക്കലിന് ക്വാളിറ്റി ഇല്ല. പിന്നെ വല അതൻ, നമ്മൾ ചെലവഴിക്കുന്നതിന്റെ പേരിൽ നമുക്ക് എന്തും പറയാം, നമ്മൾ പറയുന്നതെല്ലാം അനുസരിക്കണം. ഈ മെന്റാലിറ്റി ഒരിക്കലും എന്താണ്? അത് അതൻ ആണ്. ഒരാൾക്കൊരു സ്വതക്ക കൊടുത്താൽ അതിന്റെ പേരിൽ അവരെന്നും നമ്മളെ ബഹുമാനിക്കണം, നമ്മളെ അനുസരിക്കണം, നമ്മൾ വിചാരിക്കുന്നത് പോലെ പ്രവർത്തിക്കണം എന്ന കാഴ്ചപ്പാട് അതുണ്ടാകാൻ പാടില്ല. അതില്ലാതെ ഒരാളുടെ നഫഖ ഉണ്ടാവുകയാണെങ്കിൽ അത് മഹോന്നത പദവിയുള്ളതാണ് റബ്ബിന്റെ അടുക്കൽ. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഒരിക്കലും ദുഃഖിക്കാനോ പ്രയാസപ്പെടാനോ അവസരം ഇല്ല. അപ്പോ വലിയ സന്തോഷത്തിന് നിമിത്തമാകുന്ന വലിയ ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കുടുംബവും സമ്പാദ്യവും എന്ന വിഷയത്തിലെ ഒന്നാമത്തെ കാഴ്ചപ്പാട്. സമ്പാദ്യം യഥേഷ്ടം ഉണ്ടാകണം, പക്ഷെ ആ സമ്പാദ്യം ചെലവഴിക്കേണ്ട രീതി, അത് ഉപയോഗപ്പെടുത്തേണ്ട രീതി ഇങ്ങനെയാണ്. അപ്പോ കുടുംബത്തിൽ നമ്മൾ സമ്പാദ്യവുമായി ബന്ധപ്പെട്ട് ഒന്നാമത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട, കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരേണ്ടത് യഥേഷ്ടം ആവശ്യാനുസരണം സമ്പാദ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നതല്ല, ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചതാണ് എല്ലാ ഖൈറാത്തുകളും, നന്മകളും അഭിവൃദ്ധികളെല്ലാം മുഅ്മിനീങ്ങൾക്ക് അനുവദിച്ചതാണ്. പക്ഷെ അതൊരു മറ്റൊരാളെ ചൂഷണം ചെയ്തിട്ടാകരുത്, മറ്റൊരാളുടെ അവകാശം ലഭിച്ചുകൊണ്ടാകരുത്, മറ്റൊരാളെ പ്രയാസപ്പെടുത്തിയിട്ടാകരുത് എന്നു മാത്രം. മറ്റുള്ളവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടാതെ, മറ്റുള്ളവരെ കഷ്ടപ്പെടുത്താതെ നമുക്കാവശ്യമായ സമ്പാദ്യങ്ങൾ നേടണം എന്ന മെന്റാലിറ്റി ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. എവിടെയാണ് സമ്പത്തും മനഃശാസ്ത്രവും തമ്മിൽ ബന്ധപ്പെടുന്നത്? നമ്മൾ കുട്ടിക്കാലങ്ങളിലെ കേട്ടുവരുന്ന ചില പദപ്രയോഗങ്ങൾ. സമ്പാദ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതെന്തോ തിന്മയാണ്, ഒരാൾക്കൊരു സമ്പാദ്യം ഉണ്ടായാൽ അത് ആരോയോ പറ്റിച്ചതാണ്, അതുപോലെ അയാൾ ഭയങ്കര ക്യാഷിന്റെ ആളാണ് എന്ന് പറയുക. ഈ മെന്റാലിറ്റിയിൽ കുട്ടികൾക്ക്, അതുപോലെ സുഖം ഉണ്ടായാൽ ദുഃഖം ഉണ്ടാകും, ഇങ്ങനെ തുടങ്ങിയിട്ട് ചില പദപ്രയോഗങ്ങൾ പോലും നമ്മളെ ആഴത്തിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. നമ്മൾ മാറേണ്ടത് അവിടെ നിന്ന്. അതായത് അള്ളാഹു നമുക്ക് തന്ന ജീവിതം അത് അഭിവൃദ്ധികൾ അനുഭവിക്കാനുള്ളതാണ്, സന്തോഷങ്ങൾ അനുഭവിക്കാനുള്ളതാണ്, നമുക്ക് നല്ല രീതിയിൽ സൗകര്യങ്ങളെല്ലാം അനുഭവിക്കാനുള്ളതാണ്. അതാണ് അള്ളാഹുവിന് ഇഷ്ടം. എന്ന് മാത്രമല്ല, ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയിൽ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളുടെ അടയാളങ്ങൾ അത് കാണുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ ആശയത്തിലൂടെയാണ് കടന്നു വരുന്നത്. പകരം എപ്പോഴും പ്രയാസങ്ങൾ നമുക്കുള്ളതാണ് എന്നും പ്രയാസങ്ങളുടെ ഉറ്റതോയനായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്നും നമുക്ക് സുഖങ്ങളോ സന്തോഷങ്ങളോ ആരോഗ്യമോ അഭിവൃദ്ധിയോ സമ്പാദ്യമോ എന്നും നമുക്ക് പറയപ്പെട്ടതല്ല എന്നും തോന്നുന്ന കാഴ്ചപ്പാട്, ഈ കാഴ്ചപ്പാടുകൾ എപ്പോഴും മാറ്റി നിർത്തുകയും പകരം എന്ത് വേണം? നാം സ്വയം അംഗീകരിക്കണം. ഒന്നാമതായി നമ്മുടെ ഉണ്മയെ, നമ്മുടെ വുജൂദ്, ആ വുജൂദിനെ നാം അംഗീകരിക്കും. ഈ വുജൂദിനെ അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഉണ്ട് എന്നത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് അംഗീകരിക്കുന്ന ഒരാൾക്ക് മാത്രമേ മറ്റു അനുഗ്രഹങ്ങളെ വിലകൽപ്പിക്കാൻ കഴിയുകയുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങൾ ഓരോന്നും അംഗീകരിക്കുകയും ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനാവുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് പോകാൻ ഒരാൾ ഒന്നാമതായി ചെയ്യേണ്ടത്. ഞാൻ അനഭിമതനാണ്, ഞാൻ അനർഹനാണ്,
ഞാൻ കൊള്ളരുതാത്തവനാണ് എന്ന തോന്നൽ അതുണ്ടെങ്കിൽ അതെടുത്ത് കളയണം. ഞാൻ ഈ ലോകത്ത് അംഗീകരിക്കപ്പെടാൻ എനിക്ക് സൗന്ദര്യം വേണം, എനിക്ക് വെളുത്ത നിറം വേണം, അതല്ലെങ്കിൽ എനിക്ക് ഹൈറ്റ് ഇത്ര വേണം, അല്ലെങ്കിൽ എനിക്ക് വെയിറ്റ് ഇത്ര വേണം, ഇത്തരം ചിന്താഗതികൾ ഉണ്ടെങ്കിൽ ആ ചിന്താഗതികൾ നാം തൽക്കാലം മാറ്റിവെക്കണം. അത് നമുക്ക് ഒരിക്കലും നമ്മെ വളർത്തുന്നതല്ല, നമ്മളെ ഉയർത്തുന്നതല്ല. നാം ആദ്യം ചെയ്യേണ്ടത് നാം നമ്മെ സ്നേഹിക്കുക. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സത്യത്തിൽ നാം നമ്മെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? നമുക്കൊരു സംഗതിയോട് സ്നേഹം തോന്നുന്നു, ആദരവ് തോന്നുന്നു, വലിയ ആകർഷണീയത തോന്നുന്നു. എപ്പോഴാണ് ഈ ആകർഷണീയത തോന്നുന്നത്? അത് കഴിവുറ്റതാണ്, മികവുറ്റതാണ് എന്ന് തോന്നുന്നു. നാം നോളേജ് സിറ്റിയിലെ മസ്ജിദുൽ അസാർ കാണും. അവിടെ ആ ഒരു വലിയ മസ്ജിദുൽ അസാറും പരിസരവും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകം തോന്നുന്നു, ഭയങ്കര ഇഷ്ടം തോന്നുന്നു. ആ ശില്പത്തിൽ അതിന്റെ നിർമ്മാണത്തിന് പിന്നിൽ ചേതോവികാരമായി പ്രവർത്തിച്ച, അതിന്റെ ഊർജമായി പ്രവർത്തിച്ച വലിയൊരു മഹാനോട് നമുക്ക് ഇഷ്ടം തോന്നുന്നു. ഇത് എവിടെ നിന്നുണ്ടാകുന്നതാണ്? ഒരു സംഗതിയുടെ മികവുണ്ടാകുമ്പോൾ അതിനോട് തോന്നുന്ന ഒരു പ്രവണതയാണ് ഇഷ്ടം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ എല്ലാറ്റിനേക്കാളും ഇഷ്ടം തോന്നേണ്ട ഒന്നാണ് ഒരു ഹ്യൂമൻ ബോഡി, നമ്മുടെ മനുഷ്യ ശരീരം. അത്ഭുതമാണ് അതിന്റെ വുജൂദ്, അതിന്റെ ഈ ലോകത്തേക്കുള്ള വരവ് എല്ലാം അത്ഭുതമാണ്. അങ്ങനെ അത്ഭുതകരമായ ഒരു സംഗതിയെ കാണുന്ന സമയത്ത് നമ്മൾ സത്യത്തിൽ നമ്മെ ഇഷ്ടപ്പെടുന്ന സമയത്ത് വീണ്ടും നമ്മുടെ വിചാരം ഉണരുന്നു. ഈ എന്നെ ഞാനാണോ ഉണ്ടാക്കിയത്? അല്ല. എന്റെ ഈ ശരീരഘടന ഇങ്ങനെ ഇരിക്കുന്നു. ശരീരത്തിൽ ഒരുപാട് കണ്ണിന്റെ പ്രവർത്തനം എത്ര അത്ഭുതകരം! ലക്ഷക്കണക്കിന് വിലയുള്ള ക്യാമറകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ട് പോലും കണ്ണിനോളം മികവുറ്റതായ ഒരു ക്യാമറയായി വന്നിട്ടില്ല. അങ്ങനെ ഓരോന്നും ശരീരത്തിൽ ഓരോ പാർട്ടുകൾ. ഇങ്ങനെയൊക്കെയുള്ള ഈ ശരീരത്തെ ഞാനാണോ എനിക്ക് കണ്ണ് ഉണ്ടാകണമെന്ന് തീരുമാനിച്ചത്? ഈ കണ്ണിന് കാഴ്ച ഉണ്ടാകണമെന്ന് തീരുമാനിച്ചത് ഞാനാണോ? ഒരു ശരീരത്തിന്റെ ഒരു പാർട്ടിലും എനിക്ക് ഡിസിഷൻ ഇല്ലെന്ന് മനസ്സിലാകുന്ന സമയത്ത് ഇതിന്റെ നിർമ്മാതാവിനോട് തോന്നുന്ന ഒരു ഇഷ്ടമാണ് ഈ സെൽഫ് ലവിങ് എന്ന് പറയുന്നത്. ഏതുപോലെ നിസ്കരിക്കുന്ന സമയത്ത് ഒരു വിശ്വാസി നിയ്യത്ത് വെക്കാറുള്ളത് ഞാൻ അള്ളാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ പ്രതിഫലം എനിക്ക് കിട്ടാൻ വേണ്ടി എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ അള്ളാഹുവിന് എന്റെ നിസ്കാരം ആവശ്യമുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ വേണ്ടി എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്റെ സ്രഷ്ടാവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്നതിലേക്കാണ് അത് ചെന്ന് പതിയേണ്ടത്. ഇങ്ങനെ പതിയുന്ന ഒരു ചിന്ത ഉണ്ടാകുന്ന ഒരാൾക്ക് ഞാൻ അർഹനാണ്, ഞാൻ ഈ ലോകത്ത് ഒരു അനുഗ്രഹീതനാണ് എന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ അയാൾക്ക് സൗന്ദര്യമില്ലെങ്കിലും, അയാൾക്ക് പലതരം സാമർഥ്യങ്ങളില്ലെങ്കിലും, അയാൾക്ക് സംസാര സാമർഥ്യങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമർഥ്യങ്ങളോ ഇച്ചിരി കുറഞ്ഞു പോയാലും അദ്ദേഹത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ സമ്പാദിക്കാൻ അദ്ദേഹത്തിന്റെ സബ് കോൺഷ്യസ് മൈൻഡ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യും, അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യും. അദ്ദേഹം കാണുന്നതെല്ലാം ആ അനുഗ്രഹങ്ങളുടെ വഴികളായി മാറും. അങ്ങനെയാകുമ്പോൾ ധാരാളം വഴികൾ നമുക്ക് സമ്പാദിക്കാനും നേടാനും നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത. ഞാൻ ആ വിഷയം കൂടുതൽ വിശദീകരിക്കുന്നില്ല. കുറഞ്ഞ സമയം മാത്രമാണ് ഇന്ന് മാറ്റർ അവതരിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്താൽ തുടർന്നും ഇതിന്റെ മറ്റു വശങ്ങൾ നമുക്ക് സംസാരിക്കുകയും ഇടപഴകുകയും ചർച്ച ചെയ്യുകയും ചെയ്യണം. അതിന് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തത് കടം എന്ന് പറയുന്ന ഒരു വിഷയമാണ്. കടത്തെക്കുറിച്ച് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് വളരെ നല്ല നിലവാരമുള്ള ഒരു കാഴ്ചപ്പാടാണ്. സാമ്പത്തിക വ്യവസ്ഥിതിയോട് ഏറ്റവും അനുയോജ്യമാകുന്ന ഒരു കാഴ്ചപ്പാടാണ് കടം എന്നതിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. ഒരാൾക്ക് ആ കടം നിർവഹിക്കാൻ തിരിച്ചു വീട്ടാനുള്ള വകുപ്പില്ലെങ്കിൽ അയാൾ ഒരിക്കലും കടത്തിന്റെ അധ്യായത്തിലേക്ക് കടക്കരുത് എന്നാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. വീട്ടാൻ വകയില്ലാത്ത ഒരാൾ കടം വാങ്ങുന്നത് ഈ നിരുത്സാഹപ്പെടുത്തുകയാണ്, അത് പാടില്ല എന്ന കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. പകരം അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? അനിവാര്യമായ ഒരു ഘട്ടം വരുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ആവശ്യകതകളിലേക്ക് ഊന്നി അവൻ കാര്യങ്ങൾ വിലയിരുത്താൻ പഠിക്കുക. എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ, എന്റെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഇത്ര വലിയ വീട് വേണം എന്ന കാഴ്ചപ്പാട് ഒരു മിഥ്യാധാരണയാണ്.
അല്ലെങ്കിൽ വസ്ത്രത്തിൽ ഇത്ര വിലപിടിപ്പുള്ള വസ്ത്രം തന്നെ വേണമെന്ന് പറയുന്നത് അതൊരു കാഴ്ചപ്പാടുകൾ മാത്രമാണ്. ഈ തന്റെ കയ്യിൽ ഇല്ലാത്തൊരു സമയത്ത്, ആ കയ്യിൽ വരവില്ലാത്തൊരു സമയത്ത് ആ വരവിനേക്കാൾ വലിയ ഒരു ചിലവിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ജീവിത സൗകര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് വ്യാമോഹങ്ങളാണ്. കാരണം ആ സൗകര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റാർക്കോ വേണ്ടിയായിരിക്കും, മറ്റാരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ എനിക്ക് താങ്ങാൻ കഴിയാത്ത ഒരു സൗകര്യത്തെ ആഗ്രഹിക്കുമ്പോൾ ഞാൻ എന്റെ സുഖങ്ങൾ നശിപ്പിക്കുകയാണ്, സ്വസ്ഥത നശിപ്പിക്കുകയാണ്. ലോൺ എടുക്കുന്നു, അതുപോലെയുള്ള വഴികളിലൂടെ, പലിശ കൊടുത്തിട്ടുള്ള വഴികളിലൂടെ സൗകര്യങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് നാം നമ്മുടെ സ്വസ്ഥത അതോടെ അവസാനിപ്പിച്ചു. ആ സൗകര്യം ലഭിച്ചാൽ നമുക്ക് ഏത് തരം സ്വസ്ഥതയാണോ ഉള്ളത്, ആ സ്വസ്ഥതയേക്കാൾ എത്രയോ വലിയ അസ്വസ്ഥതയാണ് ഈ സൗകര്യം ലോണിലൂടെയോ പലിശയിലൂടെയോ നാം നേടിയെടുക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നത്. ഇപ്പോൾ വിവാഹത്തിന് വേണ്ടി പലിശ ലോൺ എടുക്കുന്നവരെ കാണാം. എന്താണ് അവർ വിവാഹത്തിന് വേണ്ടി എന്തിനാണ് ചെലവ് വരുന്നത്? എന്തുകൊണ്ടാണ്? ഒരു വിവാഹം ഇസ്ലാമിക കാഴ്ചപ്പാടിൽ എന്തേ ആവശ്യമുള്ളൂ? ഒരു വരനും അതുപോലെ വധുവും ഉണ്ടാകണം, അവിടെ വലിയ ഉണ്ടാകണം. ഈ വലിയ വരനോട് അങ്കഹത്തുക ബിന്തി എന്ന് പറയുമ്പോ പിന്നെ അതിന് 2 സാക്ഷികൾ ഉണ്ടായാൽ മതി. അവിടെ ഇത്രയും ആളുണ്ടാകണമെന്നോ ആ ആൾക്ക് ഇന്ന ഭക്ഷണം തന്നെ കൊടുക്കണമെന്നോ കാഴ്ചപ്പാടുണ്ടാകുന്നത് വെറും നിത്യധാരണയാണ്. ഇസ്ലാം അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഏറ്റവും ചിലവ് ചുരുങ്ങിയ വിവാഹമാണ് ഏറ്റവും അനുഗ്രഹീതമായത് എന്നാണ് ഇസ്ലാമികമായ കാഴ്ചപ്പാട്. ഇത് തന്നെയാണ് മനഃശാസ്ത്രപരമായും നാം ഈ വിഷയത്തിൽ വെച്ച് പുലർത്തേണ്ട ചിന്താഗതി. സൗകര്യങ്ങൾ നേടുന്ന സമയത്ത് ഒന്നുകിൽ നാം ലോണോ മറ്റോ എടുത്ത് സൗകര്യം നേടുമ്പോൾ ആ സൗകര്യങ്ങളുടെ പേരിൽ സൗകര്യം കിട്ടിയ സന്തോഷം എത്രയാണോ ആ സന്തോഷത്തെക്കാൾ എത്രയോ വലിയ ഭാരം, മാനസിക ഭാരം ആ കടത്തിന്റെ പേരിൽ നാം നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് പലിശ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതല്ല. പലിശ നിഷിദ്ധമാണ്, പലിശ ചൂഷണമാണ്, പലിശ സാമൂഹിക വ്യവസ്ഥിതികളെ നശിപ്പിക്കലാണ്. ഒരിക്കലും ഞാനിത് പറഞ്ഞപ്പോ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിച്ചു, ബാങ്ക് മാനേജർ എന്നോട് ചോദിച്ചിരുന്നു, ഞാൻ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് സേവിങ് അക്കൗണ്ട് വേണ്ട, എനിക്ക് കറണ്ട് അക്കൗണ്ട് മതി എന്ന് പറഞ്ഞപ്പോ ഈ പിന്നെ അവിടെ ജോലി ചെയ്യുന്ന ആൾ എന്നോട് പറഞ്ഞു, സാറെ മാനേജറെ കാണുന്നുണ്ടെന്ന്, കണ്ടിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് സാറെ മാനേജറെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് സേവിങ് അക്കൗണ്ട് എടുക്കാത്തത്? നിങ്ങൾക്ക് കറണ്ട് അക്കൗണ്ട് പകരം കറണ്ട് എടുക്കുന്നത് എന്തിനാ? സേവിങ് പോരെ? അതില് പലപ്പോഴും ഞാൻ ഇന്ന സ്ഥലത്തൊക്കെ ജോലി ചെയ്യുമ്പോൾ അവിടെ മുസ്ലിംസ് പലരും കൂടുതൽ പലിശയുള്ള അക്കൗണ്ട് ഏതാന്ന് ചോദിച്ചിട്ടാണല്ലോ എടുക്കുന്നത്, നിങ്ങൾക്കും അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പലിശ ചൂഷണ വ്യവസ്ഥിതിയാണ്, അതുകൊണ്ട് പലിശ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത്. ചോദിച്ചു, പിന്നെ ഈ പലിശ കൊണ്ടല്ലേ ഒരുപാട് പേര് വീട് വെക്കുന്നത്, ഈ പലിശ കൊണ്ടല്ലേ ഒരുപാട് പേര് വാഹനം വാങ്ങുന്നത്, ഈ പലിശ കൊണ്ടല്ലേ പലരും പലതും ചെയ്യുന്നത്? ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, സാറിന് എത്ര വയസ്സായി? അദ്ദേഹം പറഞ്ഞു 50 എന്നാണ് എന്റെ ഓർമ്മ. അതിനോട് അടുത്ത വയസ്സ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സാറിന്റെ കുട്ടിക്കാലത്ത് ഈ പലിശ സംവിധാനം ഉണ്ടായിരുന്നോ? ഇല്ല. അന്ന് ഉണ്ടായിരുന്നു. ആ പാവപ്പെട്ടവരാരെങ്കിലും അവർക്ക് വീടില്ലാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തത് സാർ വല്ലപ്പോഴും കേട്ടിട്ടുണ്ടായിരുന്നു? അതേ ഇച്ചിരി മൗനിയായതിനു ശേഷം എന്നോട് പറഞ്ഞു, ഇല്ല. അന്ന് ആരെങ്കിലും വാഹനം ഇല്ലാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത് കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഓരോന്നും പലിശ കൊടുത്തിട്ട് ഇന്ന് ആൾക്കാർ നേടുന്ന നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, ഈ പലിശയിലൂടെയുള്ള സഹായം കിട്ടിയതിന്റെ പേരിൽ എത്ര മനുഷ്യന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് സാറിന് അറിയോ എന്ന് ചോദിച്ചു. ഞാൻ അതിന്റെ പത്രക്കട്ടിങ് കാണിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ശരിയാണ് ഈ ആശയം. ഞാൻ ചോദിച്ചു, പലിശ ചൂഷണമാണെന്ന് പറയുന്നത് ശരിയല്ലേ? അതെ. ശേഷം ഞാൻ പറഞ്ഞു, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സക്കാത്തിന്റെ വ്യവസ്ഥയെ കുറിച്ചും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിർബന്ധമായതും സുന്നത്തായതുമായ സ്വതക്കയെ കുറിച്ചും പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ പറഞ്ഞ ആ ഒരു അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇവിടെയുള്ള ഇത്ര മുസ്ലിം സമ്പന്നര് സക്കാത്ത് കൊടുത്താൽ തന്നെ ഈ നാട്ടിൽ നിങ്ങളുടെ സമൂഹത്തിൽ പ്രത്യേകിച്ചും പാവപ്പെട്ടവര് കാണില്ല. നിങ്ങൾ പറഞ്ഞ ആശയം വളരെ ശരിയാണെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവിടെ പറഞ്ഞു കൊണ്ടുവന്നത് പലിശ ചൂഷണമാണ്, പലിശ അക്രമമാണ്, പലിശ ഭയങ്കര നാശമാണ്. പലിശയിലൂടെ ഏത് സൗകര്യങ്ങൾ നമ്മൾ വളർത്തുമ്പോഴും അത് നശിക്കാനുള്ളതാണ്. അതുകൊണ്ട് അത്തരം വഴികളിലൂടെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പകരം ഉള്ള സൗകര്യങ്ങളിൽ സംതൃപ്തരാകാൻ പഠിക്കുക. അപ്പോ
ഒന്നാമത് നാം നമ്മുടെ സൗകര്യം എന്ന് പറഞ്ഞിട്ട് ആ തെറ്റിദ്ധാരണയുടെ പേരിലാണ് നമ്മൾ ഈ പലിശയിലൂടെ സൗകര്യങ്ങൾ ഒരുക്കുന്നതെങ്കിൽ നമുക്ക് അതിനേക്കാൾ വലിയ അസ്വസ്ഥതയാണ് സമ്മാനമായി കിട്ടുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നൊന്നും കൂടി ആലോചിച്ച് നോക്കിയാൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ്. അപ്പൊ നമ്മയല്ല നമ്മൾ അവിടെ പരിഗണിക്കുന്നത്, മറ്റാരെയോ പരിഗണിക്കും. മറ്റാരെയോ പരിഗണിച്ചുകൊണ്ട് അവരെ കൊണ്ട് അംഗീകരിപ്പിക്കാനുള്ള വ്യഗ്രതയിലാണ് നാം ഈ ഒരു കടം വലിച്ചു വരുത്തുന്നത്. എനിക്ക് ഇന്ന് സ്റ്റാറ്റസ് വേണം, ആ സ്റ്റാറ്റസ് ഉണ്ടായാലേ എനിക്ക് കാര്യങ്ങൾ നടക്കൂ എന്ന ചിന്ത മിഥ്യയാണ്. നിങ്ങൾ ഒരാളാണെങ്കിൽ പോലും ഒരാൾ ശക്തമായ തീരുമാനമെടുക്കുകയാണെങ്കിൽ ആ ഒരാൾക്ക് വിവാഹത്തിന്റെ വിഷയത്തിലാണെങ്കിലും അതുപോലെ ഇത്തരം സൗകര്യങ്ങളുടെ വിഷയത്തിലാണെങ്കിലും പലിശ വേണ്ട എന്ന് തീരുമാനിക്കാൻ വളരെ നല്ല രീതിയിൽ സാധിക്കും എന്നത് ഒരു വസ്തുതയാണ്. അപ്പൊ കടം മാനേജ് ചെയ്യേണ്ട സമയത്ത് ഒന്നാമത് വെച്ച് പുലർത്തേണ്ടത് തിരിച്ചു വീട്ടാൻ വകുപ്പില്ലാതെ കടങ്ങൾ വാങ്ങിക്കാതിരിക്കുക. തിരിച്ചു വീട്ടാൻ വകുപ്പോടുകൂടെ മാത്രം കടങ്ങൾ വാങ്ങുക. കടങ്ങൾ വാങ്ങിയാൽ അത് അർഹമായതിന്റെ കൃത്യമായ സമയത്ത് തന്നെ തിരിച്ചു വീട്ടുക. ഇവിടെയെല്ലാം ഒരു കാര്യം വ്യക്തമാണ്. ഒന്നാമത് പറഞ്ഞ കാഴ്ചപ്പാട് വളരെ റെഡിയാണെങ്കിൽ വാങ്ങിയ അഥവാ കടം വാങ്ങേണ്ടി വന്നാൽ തന്നെ ആ വാങ്ങിയ സമയത്ത് നമുക്കത് തിരിച്ചടക്കാൻ കഴിയും. അവിടെ മറ്റൊരു കാര്യവും കൂടെ ശ്രദ്ധിച്ചാൽ വളരെയേറെ നല്ലതാണ്. എന്താണ്? നമ്മുടെ ജീവിതത്തിൽ കടങ്ങൾ അവിചാരിതമായി വന്നേക്കാം. ഒരാൾക്ക് കടം വന്നുപെട്ടതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒരിക്കലും അടച്ചാക്ഷേപിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നത് വളരെയേറെ മോശമാണ്. പലപ്പോഴും അവിചാരിതമായി ഒരു നിരപരാധിയായി പലരും കടക്കാരായി കൊടുക്കുന്നത് ധാരാളം കണ്ടിട്ടുണ്ട്. ചിലത് വ്യാമോഹങ്ങളുടെ പേരിൽ വന്ന് കടക്കാരായി കൊടുക്കുന്നതുണ്ട്, ചിലത് കുടുങ്ങിപ്പോകുന്നവരുണ്ട്. ഒരു കാരണവും ഇല്ലാതെ കുടുങ്ങിപ്പോകുന്നത് ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ കടങ്ങളിലോ മറ്റോ അകപ്പെട്ടാൽ അവരെ ആക്ഷേപിക്കുന്നതും അവരെ ഒറ്റപ്പെടുത്തുന്നതും അവരെ കുറ്റപ്പെടുത്തുന്നതും മറ്റ് ഒരു തെറ്റ് തന്നെയാണ്. കടങ്ങളിൽപ്പെട്ടാൽ പലപ്പോഴും ഒരുപാട് അഭിമാനക്ഷതമേൽക്കുകയും അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതിരിക്കുന്നേക്കാം. മറ്റൊരാൾ അഭിമുഖീകരിക്കാൻ തടസ്സപ്പെട്ടേക്കാം, ജമാഅത്തിന് പോകാൻ തടസ്സമുണ്ടായേക്കാം, ഒരാളെ ഫോൺ കോൾ എടുക്കാൻ പറ്റാതെ തടസ്സമുണ്ടായേക്കാം. അങ്ങനെ പല രീതിയിൽ പ്രയാസം ഉണ്ടായേക്കാം. അത്തരം പ്രയാസങ്ങൾ അത് ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് കടവുമായി ബന്ധപ്പെട്ട് രണ്ടാമത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇനി വരവും ചിലവും ക്രമീകരിക്കേണ്ട സമയത്ത് ക്രമീകരിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഒന്നാമതായി വരവിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളാണ്, അതിന്റെ പ്രാധാന്യമാണ് നമുക്ക് ബോധ്യപ്പെടേണ്ടത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സാമ്പത്തികമായി ബെനിഫിറ്റ് ഉണ്ടായാൽ ഉള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, വീട്ടിൽ നല്ല സ്വസ്ഥതയുണ്ടാകും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായാൽ. അതുപോലെ പരസ്പരം വിശ്വാസ്യതയുണ്ടാകും, പരസ്പരം പ്രയാസങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കുള്ള വരവിന്റെ സാധ്യത പിന്നീടും വർദ്ധിക്കാനുള്ള വഴിയാണ് സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാവുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അഭിവൃദ്ധി ഉണ്ടായാൽ, സാമ്പത്തികമായി നേട്ടമുണ്ടായാലുള്ള കാര്യങ്ങൾ നാം ആദ്യം മനസ്സിലാക്കി വെക്കണം. ഒന്ന്, ശാരീരികമായി നമുക്ക് സുരക്ഷിതരാകാൻ സമ്പാദ്യം നല്ലൊരു വഴിയാണ്. നല്ല സമ്പാദ്യമുള്ളവർക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ യഥേഷ്ടം വഴികളുണ്ടാകും. നല്ല ആരോഗ്യത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഭക്ഷണം തയ്യാറാക്കാനും ജീവിത വ്യവസ്ഥിതികൾ രൂപപ്പെടുത്താനും സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ സമ്പാദ്യം യഥേഷ്ടമുള്ള ആൾക്കാർക്ക് പരസ്പരം നല്ല വ്യക്തിത്വം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നല്ല സാമൂഹിക ബന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാനും സഹായിക്കുന്നതിലൂടെ വലിയ പ്രശസ്തിയും സന്തോഷവും നേടാൻ സാധ്യതയുണ്ട്. യഥേഷ്ടം വിദ്യാഭ്യാസം നേടാനുള്ള സാധ്യതയുണ്ട്, സുരക്ഷിതത്വം നേടാനുള്ള സാധ്യതയുണ്ട്. സമ്പത്തുണ്ടായാൽ സുരക്ഷിതത്വം നേടാനുള്ള വഴികളാണ് നിയമവ്യവസ്ഥയിലൂടെ, അതുപോലെ അല്ലാത്ത സൗകര്യങ്ങളിലൂടെ ഒരാൾക്ക് സുരക്ഷിതത്വം നേടിയെടുക്കാൻ പറ്റും. ഫൈനാൻഷ്യൽ ആയിട്ടുള്ള മെച്ചം കൊണ്ട് വിദ്യാഭ്യാസം നേടാം, ആരോഗ്യം നേടാം, അറിവ് നേടാം, ആത്മീയ ഉന്നതി നേടാം. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നേടാനുള്ള വഴിയാണ് സാമ്പത്തിക വരുമാനം എന്ന് പറയുന്നത്. നല്ല സാമ്പത്തിക വരുമാനമുള്ളയിടത്ത് തർക്കങ്ങൾ കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം
പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകുന്നത് ഇയാളടുത്തൊന്നും ഇല്ല എന്ന് തോന്നിയതിന്റെ പേരിൽ അയാളെ പരിഗണിക്കാതിരിക്കുകയും ആ പരിഗണിക്കാതിരിക്കുന്നത് ഒരു ഭർത്താവ്, ആ ഭർത്താവിന്റെ കയ്യിൽ യഥേഷ്ടം സമ്പാദ്യമില്ലാതിരുന്നാൽ ഭാര്യയ്ക്ക് അദ്ദേഹത്തോട് ബഹുമാനം കുറയും. ബഹുമാനം കുറയുന്ന സമയത്ത് സ്വാഭാവികമായും അവരെ അവർ തമ്മിലുള്ള ആശയവിനിമയം ബ്രേക്കാകും. ആശയവിനിമയം ബ്രേക്കായാൽ അത് തർക്കമാകും. തർക്കമായാൽ അത് സ്വസ്ഥത നശിച്ചു പോകും. ഇത്തരം സമയങ്ങൾ ഇല്ലാതാകാനും സമ്പത്ത് ഒരു വഴിയാണ്. സമ്പത്ത് മാത്രമാണ് വഴി എന്ന് കേൾക്കരുത്. സമ്പത്ത് ഒരു വഴിയാണ്. അതുകൊണ്ട് സമ്പത്തുകൾ കൊണ്ട് നേട്ടമുണ്ട് എന്ന ബോധ്യം അത് എന്തിനുള്ള മാർഗമാണ്? വരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ്. അതേസമയത്ത് വരവും ചിലവും അത് കണക്കാക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം, സ്ഥിരമായി ഒരു പുസ്തകത്തിൽ നമുക്ക് വരവും ചിലവും എത്ര ചെറുതാണെങ്കിലും കുറിച്ചു വെക്കാം. അതുപോലെ ഇടപാടുകൾ കുറിച്ചു വെക്കാം. അത് എത്ര ഉമ്മാക്ക് കൊടുക്കുന്നതാണെങ്കിലും ബാപ്പാക്ക് കൊടുക്കുന്നതാണെങ്കിൽ, കടമാണക്ക് കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കുറിച്ചു വെച്ചോളന്നില്ല. അതേസമയത്ത് കടമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആർക്ക് കൊടുക്കുകയാണെങ്കിലും കുറിച്ചു വെക്കുക. അതുപോലെ ജീവിതത്തിലെ വരവ് എത്രയാണ്, ചിലവ് എത്രയാണ് എന്നത് കുറിച്ചു വെക്കുക. അതൊക്കെ കുറിച്ചു വെക്കാൻ പ്രയാസമാണ് എന്ന് പറയുന്നവർക്ക് ഇന്ന് ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം. ഇഷ്ടംപോലെ ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. സാധാരണ എനിക്കറിയാവുന്ന ആപ്ലിക്കേഷനിൽ ഒന്ന് ഞാൻ പറയാറുണ്ട്, കഥാ ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ. KATHA എന്ന് പറയുന്ന ആ ബുക്ക് ഉണ്ടല്ലോ, അത് വളരെ എളുപ്പം കൈകാര്യം ചെയ്യാവുന്നതും നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാൻ എളുപ്പമുള്ളതുമായ ഒന്നാണ്. ഞാൻ അതിന്റെ ആരെങ്കിലും ഒരാൾ ജസ്റ്റ് അതൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്താലും നന്നാണ്, അതിന്റെ സ്പെല്ലിംഗ്. അപ്പോ അത്തരം ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ ഒരിക്കലും നഷ്ടപ്പെടാതെ എല്ലാ ട്രാൻസാക്ഷനും അതല്ല, ഇതാണ് KHATA, അതാണ് കറക്റ്റ് സ്പെല്ലിംഗ്. KHATA അതാണ് അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ്. പ്ലേ സ്റ്റോറിൽ വെച്ചിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് അത് ഉപയോഗിച്ചാൽ അതിൽ നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ ട്രാൻസാക്ഷനുകൾ കൃത്യമായി ഉപയോഗപ്പെടുത്താനും അതിലൂടെ നമ്മുടെ ആ ഒരു വരുമാനവും ചിലവും കറക്റ്റ് രേഖപ്പെടുത്തുമ്പോൾ തന്നെ നമ്മുടെ മനോഭാവം അത് കൂടുതൽ ശ്രദ്ധേയമാവുകയും കൂടുതൽ മാറ്റം വരികയും അതിലൂടെ നമുക്ക് നല്ല വിപ്ലവകരമായ മുന്നേറ്റം ഉണ്ടാക്കാനും കഴിയും. അപ്പൊ ചെറിയ ഇടപാടുകൾ പോലും കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തി വെക്കുക എന്നതാണ് ഒന്ന്. ഇനി മറ്റൊരു കാര്യം, നാം നമ്മുടെ ജീവിതത്തിൽ വരുമാനങ്ങൾ നേടുന്ന സമയത്ത് എല്ലാ വരുമാനങ്ങളിൽ നിന്നും ഒരു എത്ര ചെറിയ വരുമാനമാണെങ്കിൽ പോലും അതിലെ ഒരു വിഹിതം എപ്പോഴും സ്വതക്ക ചെയ്യാൻ തീരുമാനിക്കുക. ചെറിയ ഒരു വിഹിതം എപ്പോഴും സ്വതക്ക ചെയ്യുക. ഒരു 30% നാം സേവിങ്ങിലേക്ക് കൊണ്ടുപോകും. എത്ര കുറച്ചാണെങ്കിലും അതിലെ 30% നാം എന്ത് ചെയ്യുക, സേവിങ്ങിലേക്ക് കൊണ്ടുപോകും. ഒരു 60% നമ്മുടെ ചിലവുകളിലേക്ക് കൊണ്ടുപോകും. ഈ രീതിയിൽ ചിലവിനെയും വരവിനെയും നാം സൂക്ഷിച്ച സേവിങ്ങിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ അത് നമുക്ക് എപ്പോഴും വലിയ മെച്ചമാകും. അത് സേവിങ്ങിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ അവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ നന്നാകും. നമുക്ക് വരവ് വരാൻ സാധ്യതയുള്ള ഹലാലായ മാർഗങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, നിക്ഷേപിക്കാം. ഈ നിക്ഷേപിക്കലും നമുക്ക് ഏറെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്, ഏറെ ഗുണമുണ്ടാക്കുന്നതാണ്, ഒരുപാട് സ്വസ്ഥത ഉണ്ടാക്കാവുന്നതാണ്. ചെറുതാണെങ്കിലും എപ്പോഴും സേവിങ്ങിലേക്ക് പോവുകയും ആ സേവിങ്ങിൽ നിന്ന് തന്നെ ഇൻവെസ്റ്റിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്, അത് രണ്ട്. സേവിങ് എന്നത് മാത്രം ഇൻവെസ്റ്റ്മെന്റ് ആയിക്കൊള്ളണം എന്നില്ല. സേവിങ്ങിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കുന്നതിൽ അത്യാവശ്യമായി എപ്പോഴും എടുക്കാവുന്ന ഒരു തുക, മെഡിക്കൽ ആവശ്യം പോലെയുള്ള അത്യാവശ്യ വിഷയങ്ങൾക്ക് വേണ്ടി എടുക്കാവുന്ന ഒരു തുക എപ്പോഴും സ്പെഷ്യലായി നിക്ഷേപിക്കുന്ന ശൈലി, ഇൻഷാല്ലാഹ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗത്ത് നമുക്ക് അത്തരം വിഷയങ്ങൾ പരാമർശിക്കാം. എമർജൻസി ഫണ്ട് ആയിട്ടുള്ള ഒരു ഭാഗം അത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്.
അറിയും എന്താ പറഞ്ഞ ഒന്നും കൂടെ പറയാം. ഏത് വിഷയമാണ് ഒന്നും കൂടി പറയാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, ഒന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോ ഇൻവെസ്റ്റ്മെന്റ് സേവിങ് എന്ന് പറയുന്നത്, ഇപ്പോ ഭർത്താവ് വിദേശത്ത് നിന്ന് ക്യാഷ് അയക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ജോലിയുടെ ശമ്പളം കിട്ടുന്നു, അതിൽ ഒരു 5% അല്ലെങ്കിൽ 10% ഒക്കെ ഒരാൾ സ്വതക്ക ചെയ്ത് ശീലിച്ചാൽ അയാൾക്ക് വൻ വിപ്ലവകരമായ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ട്. ആത്മീയമായി പറയുകയാണെങ്കിലും അതെ അതെ, വരുമാനം ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ വരുമാനം ഡിവൈഡ് ചെയ്യുന്നത് ഒരു 10% സ്വതക്ക ചെയ്യുന്നതിലേക്ക് കൊണ്ടുപോവുക, അതുപോലെ ഒരു 30% സേവിങ്ങിലേക്ക് കൊണ്ടുപോവുക, 60% നമ്മുടെ ചിലവുകളിലേക്കും മറ്റ് ആവശ്യങ്ങളിലേക്കും മാറ്റിവെക്കുക. ഈ രീതിയിൽ ചെലവിനെ കൊണ്ടുവരിക. ചെലവ് തന്നെ ഒരു മാസത്തെ ശമ്പളമൊക്കെ കിട്ടുന്ന ആൾക്കാർ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഒരു മാസത്തേക്കൊക്കെയുള്ള ശമ്പളം കിട്ടുന്ന ആൾക്കാർ ഒരു മാസത്തെ ചെലവ് കൃത്യമായി കണക്കാക്കിയിട്ട്, ഇപ്പോ ആദ്യത്തെ ഒരു മാസമൊക്കെ ചെറിയൊരു പ്രയാസം ഉണ്ടാകും. ഈ കഥാബുക്കിലൊക്കെ നമ്മൾ എല്ലാ ട്രാൻസാക്ഷനും, മീൻ വാങ്ങിയതും മുളക് വാങ്ങിയതും അരി വാങ്ങിയതും ഗ്യാസിന്റെ അടച്ചതും, അങ്ങനെ 2-3 മാസം സ്ഥിരമായിട്ട് കൊണ്ടുപോയാൽ ഒരു മാസത്തേക്കുള്ള ചെലവ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലായാൽ നമ്മളൊരു മാസത്തെ നമ്മുടെ ചിലവുകളിൽ അത്യാവശ്യമുള്ളത് ഏതാണ്, കട്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്, ഒഴിവാക്കാൻ പറ്റുന്നത് ഏതാണ്, ഒഴിവാക്കാൻ പറ്റാത്തത് ഏതാണെന്ന് നമുക്കറിയാം. ഇതിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വിലയിരുത്തി അതിനെത്ര തുക വേണമെന്ന് നേരത്തെ വകയിരുത്തിയിട്ട് ആ രീതിയിൽ സാമ്പത്തികത്തെ നാം കൈകാര്യം ചെയ്താൽ വളരെയേറെ മാറ്റം ഉണ്ടാകും. ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ സഹോദരിമാർക്കൊക്കെ ഏറെ പ്രയാസം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഇപ്പോ ഭർത്താവ് ക്യാഷ് അയക്കുന്നു, എപ്പോഴും ക്യാഷിനെ കുറിച്ച് ഈ ക്യാഷ് വല്ലാതെ ചെലവഴിച്ച് പെട്ടെന്ന് തീർന്നു പോകുന്നവരുണ്ട്. 2 കാരണങ്ങളാണ് അതിന്റെ കാര്യം. ഒന്ന്, അതിന്റെ പെയിൻ അറിയുന്നില്ല. ഇപ്പൊ ഈ അടുത്ത ഒരാൾ പറഞ്ഞു, പുതിയ ഫോൺ വാങ്ങിച്ചു കൊടുത്തു ഭാര്യക്ക്, അത് വീണ് പൊട്ടിപ്പോയി. അത് വീണ് പൊട്ടിപ്പോകൂല. എപ്പെന്നറിയോ, അവർക്ക് നിങ്ങള് അവരുടേതായ ഒരു ക്യാഷ് അനുവദിച്ചു, അവര് സംഭരിച്ച ക്യാഷ് നിങ്ങൾ തന്നെ കൊടുത്തതായാൽ പോലും അവർ സംഭരിച്ചു വെച്ച ക്യാഷ്, അവരുടേതായി സംഭരിച്ചു വെച്ച ക്യാഷ്, ഇത് അവരുടേതാകാത്ത ക്യാഷ് ചെലവഴിക്കാൻ ഒരു പ്രയാസം ഉണ്ടാകും, ചെലവായി തീർന്നു പോകും. അതേസമയത്ത് അവരുടേതാക്കി നോക്കൂ, അവർക്ക് കിട്ടിയ ഒരു ക്യാഷ് ആണെങ്കിൽ ആ ക്യാഷ് കൊണ്ട് ഒരു ഫോൺ വാങ്ങിച്ചു നോക്കൂ, ആ ഫോണ് പൊട്ടിപ്പോകില്ല, അത് വീണു പോകൂല. അത് വീണു പോകാതിരിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവർ നടക്കും. അതുകൊണ്ട് തന്നെ അതാണ്, അതിന്റെ പെയിൻ അറിയില്ല, സമ്പാദ്യത്തിന്റെ പെയിൻ അറിയാത്തതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ ഒരു വിഷയം പ്ലാനിങ് ഇല്ലാത്തതാണ്. പ്ലാനിങ് ഇല്ലാത്തത് മാത്രമല്ല, ഫേമിങ് ഇല്ലാത്തതാണ്. മോൻ പറയുന്നു, ഉപ്പ ക്യാഷ് അയച്ചില്ലേ, എനിക്ക് ക്യാഷ് വേണം. എന്തിനാണ് ക്യാഷ് വേണ്ടത്? എനിക്ക് ഇന്ന് കൂട്ടുകാരുടെ കൂടെ ഒരു സ്ഥലത്ത് പോകാനുണ്ട്, പോകുന്ന സമയത്ത് മന്തി കഴിക്കണം. അപ്പോ ആവശ്യമുള്ളതോ ഇല്ലാത്തതോ ആയ ചെറിയ ചെറിയ ആവശ്യങ്ങളോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതോ ആയ കാര്യങ്ങൾക്ക് വേണ്ടി വലിയ തുക ചെലവഴിക്കുന്നു. അത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതല്ല. പക്ഷെ നാം നമ്മുടെ മക്കൾക്ക് അത് കൊടുക്കുന്നു. എന്താണ് അവിടെയുള്ള പ്രശ്നം? കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ ദേഷ്യപ്പെടും. ഈ പ്രശ്നം ഉണ്ടാകുന്നത് 2 കാര്യം കൊണ്ടാണ്. ഒന്ന്, മക്കളോട് കൃത്യമായി പോസിറ്റീവായി അപ്രോച്ച് ചെയ്ത് പഠിക്കാത്തത് കൊണ്ടാണ്, ശീലിക്കാത്തത് കൊണ്ടാണ്. അതായത് എപ്പോഴും മക്കൾക്ക് സ്നേഹം കൊടുത്ത് ശീലിക്കണം. രണ്ടാമത്തത്, സ്നേഹം കൊടുക്കുന്ന ഒരു രക്ഷിതാവിന് പറ്റാത്തൊരു കാര്യം മോനോ മോളോ പറഞ്ഞാൽ, മോനെ ഇത് പറ്റാത്തതാണ്, ഞാൻ തരില്ല, അപ്പൊ അവൻ ദേഷ്യപ്പെടുന്നു. മാതാവ് ദേഷ്യപ്പെടാതിരിക്കും. ഇതിനാണ് ഫേംനെസ് വിത്തൗട്ട് ആങ്കർ എന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. ദേഷ്യമില്ലാത്ത കാർക്കശ്യം എന്ന് നമുക്ക് തൽക്കാലം അതിനെ പറയാം. ആ ഒരു മനോഭാവം കാത്തു സൂക്ഷിച്ചാൽ വെറുതെ ഈ വരുന്ന കാശൊക്കെ പെട്ടെന്ന് ചെലവായി പോവുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നത് ഒഴിവാക്കിയെടുക്കാം. പിന്നെ സാമ്പത്തിക വരുമാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ള വീട്, അതുപോലെ പഠനം, വസ്ത്രം, ഭക്ഷണം തുടങ്ങിയ നമ്മുടെ യഥാർത്ഥ നമ്മുടെ ആവശ്യങ്ങൾ, ലക്ഷ്യങ്ങൾ, ഈ ലക്ഷ്യങ്ങൾ എപ്പോഴും നേരത്തെ രൂപീകരിച്ചു വെക്കണം. നമ്മൾ ഏത് ലെവലിലുള്ള ജീവിതത്തെയാണ് പ്രതീക്ഷിക്കാൻ പോകുന്നത്, ആ പ്രതീക്ഷിക്കുന്ന ജീവിതത്തെ നേരത്തെ തന്നെ നാം എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്തു വെക്കണം. ആ പ്ലാൻ ചെയ്ത ജീവിതത്തിന് വേണ്ടി നമ്മുടെ സമ്പാദ്യത്തെ വിനിയോഗിക്കുന്ന ശൈലിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ വളരെ പ്രയാസമില്ലാതെ തന്നെ കാര്യങ്ങൾ കൊണ്ടുവരും. ഞാൻ ഇന്ന് ഈ ഒരാഴ്ചയിൽ, സത്യത്തിൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന സമയത്ത്
ഒരു സാഹസികമായ ഒരു ഒരു യാത്ര കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. നേരെ വന്ന് ഈ സീറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഈ യാത്രയിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. നല്ല ഉന്നതമായ തസ്തികയിൽ ജോലി ചെയ്യുന്ന നല്ലൊരു മനുഷ്യൻ, നല്ലൊരു സുഹൃത്ത്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞു. അദ്ദേഹം നേരിടുന്ന ഒരു സാമ്പത്തികമായ ക്രൈസിസ്, ഒരു പ്രയാസം. എന്താണ് ആ പ്രയാസം? ഒരു പിന്നെ ഒരു 75 ലക്ഷം ബഡ്ജറ്റിൽ ഒരു വീട് പ്ലാൻ ചെയ്തു. ആ വീടിന്റെ പണി പൂർത്തിയായപ്പോൾ 2 കോടിയുടെ മേലെ ചെലവായപ്പോ അതിന്റെ പേരിൽ ഇപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നു. അത് മാനേജ് ചെയ്യാൻ പ്രയാസപ്പെടുന്നു. അപ്പോ ഇത് സംഭവിക്കുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ഒരു വിഷയത്തിന്റെ അഭാവം കൊണ്ടാണ്. അവിടെ നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നും ആ ലക്ഷ്യത്തിലെ എല്ലാ ഇപ്പൊ ഒരു വീടാണെങ്കിൽ ആ വീടിന്റെ എല്ലാ അർത്ഥത്തിലുള്ള ബഡ്ജറ്റ് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യപ്പെടണം. സമയം, അതുപോലെ ഓരോ സമയത്തെയും കൃത്യമായ എല്ലാ ഭാഗവും നേരത്തെ പ്ലാൻ ചെയ്യണം. കോമ്പൗണ്ട് വാള്, അല്ലെങ്കിൽ പിന്നെ പൂന്തോട്ടം തുടങ്ങി ഡെക്കറേഷൻസ്, നിലത്തുപയോഗിക്കുന്ന ഐറ്റംസ്, എല്ലാ കാര്യങ്ങളും മുഴുവനായി ഫുള്ളി ആയിട്ട് നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യണം. അങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഈ പ്രയാസം നമ്മളെ അഭിമുഖീകരിക്കുകയില്ല. അല്ലെങ്കിൽ എത്ര ഉന്നതനാണെങ്കിൽ പോലും ഈ പ്രയാസം കാണാം. പലപ്പോഴും ഒരു 10 ലക്ഷത്തിന്റെ ബഡ്ജറ്റിൽ തുടങ്ങിയിട്ടുള്ള പല പ്രവർത്തനങ്ങളും 50, 60, 70 ലക്ഷം വരെ ചെലവാകുന്നത് കാണാറുണ്ട്. പ്രത്യേകിച്ച് വീട് പുനർനിർമ്മിക്കുന്നു. വീട് പുനർനിർമ്മാണം എന്ന് പറയുന്നത് പുനർനിർമ്മാണം എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇൻ ഡീറ്റെയിൽ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ കഷ്ടപ്പാട് തന്നെ, അതീവ കഷ്ടപ്പാട് തന്നെ. അതുകൊണ്ട് തന്നെ പുനർനിർമ്മാണമൊക്കെ ആകുന്ന സമയത്ത് പ്രത്യേകിച്ചും ഡീറ്റെയിൽ ആയിട്ട്, ഡീപ്പായിട്ട് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് മാത്രമേ അതിലേക്ക് കടക്കുകയോ ആ ഭാഗം ചെയ്യുകയോ ചെയ്യാവൂ. കഴിയുന്നതും വീട് എന്ന സംസ്കാരത്തിൽ നിന്ന് തന്നെ ഇനിയും ധാരാളം നാം മാറേണ്ടിയിരിക്കും. വീടിനെ കുറിച്ചൊക്കെ നമ്മൾ വീട് നിർമ്മിക്കാൻ ഇറങ്ങുമ്പോൾ പരിസരത്തുള്ള ഈ ചെറിയ എഞ്ചിനീയർമാരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വീട് നിർമ്മാണം നടത്തരുത് എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. പകരം എന്താണ് ഏറ്റവും നല്ലത്? നിങ്ങൾ ഒരു നല്ല യൂട്യൂബിലെയും മറ്റുമൊക്കെ ധാരാളം പഠനങ്ങൾ, നല്ല മികവുറ്റ പഠനങ്ങൾ, ലോകോത്തര കമ്പനികളൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസുകൾ ഇപ്പൊ വരുന്നുണ്ട്. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുക. മൂവബിൾ ആയ, എടുത്തു മാറ്റാൻ പറ്റുന്ന, അതുപോലെ ഒരിക്കലും പൊളിച്ചാൽ നമുക്ക് വീണ്ടും നഷ്ടപ്പെടാത്ത മെറ്റീരിയൽസ് കൊണ്ട് ഇപ്പൊ വീട് നിർമ്മിക്കാൻ സൗകര്യങ്ങൾ ധാരാളം വന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് 2-3 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, സ്വപ്നനഗരിയിൽ, കോഴിക്കോട് സ്വപ്നനഗരിയിൽ ഒരു വലിയ ഷോ നടന്നു. ആ ഷോയിലെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? വീട് പോലെയുള്ള ബിൽഡിങ്ങുകൾ പ്രത്യേകിച്ച് വീട്, അതുപോലെയുള്ള മറ്റു ബിൽഡിങ്ങുകൾ വളരെ ചിലവ് ചുരുങ്ങിയ കാര്യക്ഷമമായ മെറ്റീരിയൽ, കല്ലിനേക്കാൾ കാര്യക്ഷമമായ മെറ്റീരിയലുകൾ, അതേസമയത്ത് അമിതമായ ചെലവല്ല, അത് റിമൂവബിൾ ആണ്, എടുത്തു മാറ്റാൻ പറ്റുന്നതാണ്, അത് പിന്നീടും റീയൂസ്, രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത്തരം മെറ്റീരിയൽസുകളെ കുറിച്ചൊക്കെ കണ്ടിരുന്നു. അപ്പോ അത്തരം പുതിയ സംവിധാനങ്ങളെ കുറിച്ച് പഠിച്ചിട്ടാണ് എപ്പോഴും വീടിലേക്ക്, അതുപോലെയുള്ള നിർമ്മാണങ്ങളിലേക്കൊക്കെ ഇറങ്ങേണ്ടത്. അത് കൂടുതൽ നമുക്ക് ഉപകാരപ്പെടും. പിന്നെ സഹോദരിമാര് പഴയതിനെ അപേക്ഷിച്ച് ഇന്ന് ജോലികൾ, ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ദേഷ്യം തോന്നില്ല. പഴയ കാലത്ത് നമ്മള് അമ്മിയുടെ മുകളിൽ അമ്മിക്കുട്ടി ഉരുട്ടിയിട്ട് അരി അരച്ചിരുന്നു, തേങ്ങ അരച്ചിരുന്നു. അതുപോലെ വെള്ളം അടുത്ത പറമ്പിലോ അതിനടുത്ത പറമ്പിലോ ഒക്കെ പോയിട്ട് കോരിയിട്ട് കൊണ്ടുവന്ന്, ജാടി എന്ന് പറയും പഴയ കാലത്ത് ഒരു പാത്രം, ആ പാത്രത്തിൽ വെള്ളം നിറച്ചു വെച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കത് ഓർമ്മയുണ്ട്. ഇപ്പോഴും ഞാൻ പലപ്പോഴും കണ്ടതും കേട്ടതും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോ അത്തരം വിഷയങ്ങൾക്ക് പകരം നമ്മള് വെള്ളം കിട്ടാൻ വേണ്ടി ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ വെള്ളം പലപ്പോഴും വീട്ടിന്റെ ടെറസിന്റെ മുകളിൽ, എന്നിട്ട് പോലും പലപ്പോഴും സ്വിച്ച് ഇടാൻ മറന്നു പോകുന്ന സാഹചര്യം കാണാം, സമയം കിട്ടാത്ത സാഹചര്യം കാണാം. അതുപോലെ അരക്കേണ്ടത് ഈ രീതിയിൽ ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ ഗ്രൈൻഡർ അരച്ചു തരുന്നു, മിക്സി അരച്ചു തരുന്നു. ഇങ്ങനെ ഇഷ്ടംപോലെ ഫെസിലിറ്റീസുകൾ ഉള്ളത് കൊണ്ട് സമയം കൃത്യമായി പ്ലാൻ ചെയ്താൽ ഇപ്പോൾ നമ്മൾ അടുക്കള ജോലികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്തെക്കാൾ ചെറിയ സമയം ഉപയോഗിച്ചിട്ട്
നമുക്ക് വീട്ടുജോലികൾ എളുപ്പം തീർക്കാൻ കഴിയും. അങ്ങനെ സമയം ക്രമീകരിച്ചാൽ, ചെറിയൊരു സമയം വിനിയോഗിച്ചാൽ വീട്ടിലിരുന്ന് അച്ചടക്കങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ, മൊറാലിറ്റികൾ, മതബോധങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല സമ്പാദ്യങ്ങൾ നേടാനുള്ള വഴികളുണ്ട്. അങ്ങനെയുള്ള സമ്പാദ്യങ്ങൾ നാം നേടാൻ തയ്യാറായാൽ ആശ്വാസമാണ്. എല്ലാവർക്കും അത് ആശ്വാസം. ഭർത്താവിന് ആശ്വാസമാണ്, നമുക്കൊരു ആശ്വാസമാണ്, നമ്മുടെ കുടുംബത്തിന് അതൊരു ആശ്വാസമാണ്. ഇത്തരം സംഗതികൾ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഹാപ്പി സോൺ ആ കൺസെപ്റ്റിനെ മുന്നോട്ട് വെക്കുന്നു, ആ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് മതപരമായ അച്ചടക്കങ്ങൾ പാലിച്ചുകൊണ്ട്, രാജ്യത്തിന്റെ നിയമങ്ങൾ, സാമ്പത്തിക നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, ഷെറൈന്റെ മതനിയമങ്ങൾ പാലിച്ചുകൊണ്ട്, നമ്മുടെ അച്ചടക്കങ്ങൾ, മാനസികമായ സ്വസ്ഥതയുടെ ആ ഒരു മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്, സ്വസ്ഥതകൾ ലംഘിക്കാതെ നാം സമ്പാദന മാർഗങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നത് നമ്മുടെ സമൂഹത്തിന് ഏറെ പുരോഗതി ഉണ്ടാക്കും, ഏറെ മാറ്റങ്ങൾ ഉണ്ടാക്കും, വിപ്ലവങ്ങൾ ഉണ്ടാക്കും. ഈ ടെക്നിക്കൽ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഉദാഹരണത്തിന് ഹാപ്പി സോണിൽ നമ്മൾ ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിൽ വരുന്ന ടീമിൽ ട്രെയിനർ ആകാൻ താല്പര്യമുള്ളവർക്ക് നാം ബേസിക് കഴിഞ്ഞാൽ അഡ്വാൻസ് സെഷനുകൾ കൊടുക്കും. ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ലേഡീസ് തന്നെ ലീഡ് ചെയ്തുകൊണ്ടുള്ള ട്രെയിനിങ് സെഷനുകൾ നാം താല്പര്യപ്പെടുന്നു, നാം അത് പ്രൊമോട്ട് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ ആൾക്കാർക്ക് അതിനുള്ള വേദികൾ കൊടുക്കാൻ നമ്മൾ സന്നദ്ധമാണ്. അതിന്റെ അച്ചടക്കങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സന്നദ്ധതയുള്ളവർക്ക് നമ്മൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കും. അതുപോലെ ലോകോത്തര നിലവാരമുള്ള കമ്പനി പ്രൊഡക്റ്റുകൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാൻ ഉള്ള സംവിധാനമുണ്ട്. നമ്മൾ യഥേഷ്ടം വാങ്ങി വെക്കാതെയും ആവശ്യത്തിനുള്ളത് മാത്രം വാങ്ങി വെച്ചിട്ടൊക്കെയും നമുക്ക് വിതരണം ചെയ്യാനുള്ള സംവിധാനം ഇന്നുണ്ട്. അത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം. നിലവാരമുള്ള പ്രൊഡക്റ്റുകൾ നിലവാരമുള്ള രീതിയിൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്കിപ്പോഴും സാധ്യതകൾ ധാരാളമാണ്. അപ്പൊ അത്തരം സംഗതികളൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിന് ഹാപ്പി സോൺ എപ്പോഴും പ്രോത്സാഹനം നൽകുന്നു. താല്പര്യമുള്ളവർ ഇപ്പൊ നിങ്ങൾ ഏത് അഡ്മിൻ മുഖേനയാണോ ഇവിടെ കോണ്ടാക്ട് ചെയ്തത് അവരുമായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയും. ഇപ്പോൾ ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വിഷയസംബന്ധിയായി സംശയങ്ങൾ ചോദിക്കാനോ മറ്റോ ഉള്ളവരൊന്ന് റൈസ് ഹാൻഡ് ചെയ്താൽ അതിന് അവസരം നൽകുന്നതാണ്. ഇതിന്റെ റെക്കോർഡ് ഞാൻ ഇവിടെ തൽക്കാലം നിർത്തുന്നു.